the newly designed UWIN platform for managing immunization and intensified efforts of Mission Indradhanush will be rolled out expeditiously throughout the country. ഗൂഗിളിൽ യുവിൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ യുവിൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് യുവിനിൻ്റെ പോർട്ടലിൻ്റെ ലിങ്ക് നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോർട്ടലിൽ എൻ്റർ ചെയ്യുക. യുവിൻ പോർട്ടലിൻ്റെ ഹോം പേജിൽ രജിസ്റ്റർ അല്ലെങ്കിൽ സൈൻ ഇൻ എന്നൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സൈൻ ഇൻ പേജിലേക്ക് പോകുന്നതാണ്. സെൽഫ് രജിസ്ട്രേഷൻ അഥവാ ലോഗിൻ പേജിൻ്റെ ലിങ്കും യുവിൻ പോർട്ടലിൻ്റെ ഹോം പേജിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പോർട്ടലിൽ ലോഗിൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 കാര്യം കൂടി ശ്രദ്ധയിൽ വയ്ക്കേണ്ടതുണ്ട്. ഒന്ന്, കുട്ടിയുടെ വാക്സിനേഷൻ സമയത്ത് നമ്മൾ ഏത് നമ്പറാണോ രജിസ്ട്രേഷൻ സെക്ഷനിൽ കൊടുത്തത് ആ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ലോഗിൻ ചെയ്യാവൂ. മറ്റേതെങ്കിലും നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമല്ല. മറ്റേതെങ്കിലും നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാൽ സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള സ്ക്രീനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിനകത്ത് നമുക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനം ഇതിനകത്തുണ്ടാവില്ല. രജിസ്ട്രേഷനും മെമ്പറിനെ ആഡ് ചെയ്യുന്നതും നേരിട്ട് ഒരു ജനറൽ പബ്ലിക്കിനെ ബാധിക്കുന്ന കാര്യമല്ല. കുത്തിവയ്പ് എടുക്കുന്ന സമയത്ത് തന്നെ രജിസ്ട്രേഷനും കുട്ടിയുടെ പേരും മറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ വാക്സിൻ എടുക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ച് അവർ ചെയ്യുന്നതായിരിക്കും. യുവിൻ പോർട്ടലിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ OTP രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ വരുന്നതായിരിക്കും. ആ OTP ടൈപ്പ് ചെയ്ത് നൽകുക. സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ യുവിൻ അക്കൗണ്ടിൽ പ്രവേശിക്കുന്നതായിരിക്കും. കോവിഡ് വാക്സിനേഷൻ സമയത്ത് ഉപയോഗിച്ച ഫോൺ നമ്പറാണ് കുട്ടിയുടെ വാക്സിനേഷൻ സമയത്തും ഉപയോഗിച്ചതെങ്കിൽ കോവിഡ് വാക്സിനേഷൻ സമയത്ത് രജിസ്റ്റർ ചെയ്ത അംഗങ്ങളുടെ പേര് ലിങ്ക്ഡ് മെമ്പേഴ്സിന് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. യുവിൻ പോർട്ടലിൽ നിന്ന് കുട്ടിയുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും അമ്മ പ്രഗ്നൻ്റായിരുന്നപ്പോൾ എടുത്ത വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റും നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കിട്ടുന്ന മെയിൻ പേജിൽ പ്രൈമറി മെമ്പറിനെയാണ് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുക. പ്രൈമറി മെമ്പർ എന്നുദ്ദേശിക്കുന്നത് അമ്മയുടെ പേരായിരിക്കും. കുട്ടിയുടെ പേര് ലിങ്ക്ഡ് മെമ്പേഴ്സിന് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്ക്രീനിൽ ലിങ്ക്ഡ് മെമ്പേഴ്സിന് താഴെ ഒരു കുട്ടിയുടെ പേരാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് 2 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 2 കുട്ടികൾക്കും വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 കുട്ടികളുടെ പേരും ഈ ലിങ്ക്ഡ് മെമ്പേഴ്സിന് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുട്ടിയുടെ പേരിന് നേരെ വെച്ച് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുട്ടിയുടെ പേരും മറ്റു വിവരങ്ങളും ഹൈലൈറ്റ് ചെയ്ത് കാണുന്നതായിരിക്കും. ഇതിൽ കുട്ടിയെടുത്ത വാക്സിനേഷനെ കുറിച്ച് നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും അവസാനം കുത്തിവയ്പ് എടുത്തതും ഇനി അടുത്ത് എന്നാണ് കുത്തിവയ്പ് എടുക്കേണ്ടതെന്നും നമുക്ക് ഈ സ്ക്രീനിൽ കാണാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന കലണ്ടറിന് തൊട്ട് താഴെയായിട്ട് വാക്സിൻ്റെ പേരും അതിന് തൊട്ടടുത്തായിട്ട് ഡേറ്റും നമുക്ക് കാണാവുന്നതാണ്. ഇത് ഇനി വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ
എടുക്കേണ്ട വാക്സിൻ്റെ പേരും അതിൻ്റെ ഡ്യൂ ഡേറ്റും, അതായത് എന്നാണ് എടുക്കേണ്ടതെന്നും ഉള്ള ഡേറ്റാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് നോക്കി കൃത്യസമയത്ത് തന്നെ കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കാൻ അമ്മമാരെ സഹായിക്കുന്നതാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ കൂടുതൽ വാക്സിനേഷൻ്റെ ഡ്യൂ ഡേറ്റ് കാണാവുന്നതാണ്. സ്ക്രീനിൽ ലിങ്ക്ഡ് മെമ്പേഴ്സിന് താഴെ ഒരു കുട്ടിയുടെ പേരാണ് ഉള്ളത്. എന്നാൽ 2 കുട്ടികളുണ്ടെങ്കിൽ ആ 2 കുട്ടികളുടെ പേരും ലിങ്ക്ഡ് മെമ്പേഴ്സിന് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏത് കുട്ടിയുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ആ കുട്ടിയുടെ പേരിന് നേരെ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ കുട്ടിയുടെ വാക്സിനേഷൻ വിവരങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിലേക്കായി വ്യൂ വാക്സിനേഷൻ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഈ വീഡിയോ കണ്ട് അവരുടെ കുട്ടികളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കട്ടെ. വ്യൂ വാക്സിനേഷൻ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ പേര്, അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ പേര്, എന്നാണ് ഏറ്റവും അവസാനം വാക്സിനേഷൻ എടുത്തത്, എവിടെ വെച്ചാണ് വാക്സിനേഷൻ എടുത്തത്, റഫറൻസ് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൗസ് ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ വാക്സിനേഷൻ എടുത്ത ദിവസവും ഏതൊക്കെ വാക്സിനാണ് എടുത്തതെന്നും നമുക്ക് സർട്ടിഫിക്കറ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. ഒരു കുട്ടിയുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് 2.5 മാസത്തിലാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ അന്നേ ദിവസം വരെ എടുത്ത വാക്സിനേഷൻ ഡീറ്റെയിൽസ് മാത്രമേ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ 4 വയസ്സ് വരെ ആ കുട്ടി എടുത്ത വാക്സിനേഷൻ്റെ കാര്യങ്ങൾ ആ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. മൗസ് ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷനും പ്രിൻ്റ് ഓപ്ഷനും നമുക്കവിടെ കാണാവുന്നതാണ്. ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് PDF ഫയലായിട്ട് സർട്ടിഫിക്കറ്റ് സേവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതിന് നിർബന്ധമായും രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പർ കയ്യിൽ ഉണ്ടാകേണ്ടതാണ്. ഇനി ആ സമയത്ത് കൊടുത്ത ഫോൺ നമ്പർ നഷ്ടപ്പെട്ടു പോയി, ഇല്ല എങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ മാറ്റി, ഇല്ല നിങ്ങൾക്ക് അറിയില്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമല്ല. ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പുതിയ നമ്പർ ലിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏത് നമ്പർ ഉപയോഗിച്ചാണ് രജിസ്ട്രേഷൻ ചെയ്തത് എന്ന് കണ്ടുപിടിക്കുക, വേറൊരു നമ്പറിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു പുതിയ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിലേക്കായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. സ്ക്രീനിൽ കാണുന്നതാണ് കുട്ടികളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. ഈ രൂപത്തിലാണ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക.